ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് ഇപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ഒരുപാട് ദിവസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള DPM പ്രൊജക്റ്റിൻ്റെ പ്രൈസ് പ്രഡിക്ഷനും നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺ കിട്ടും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇതൊരു പ്രഡിക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറേ തെറ്റുകൾ വരാം. മേ ബി ഇത് 100% ശരിയല്ലായിരിക്കും, ഇല്ലെങ്കിൽ 10% കൂടി ശരിയല്ലായിരിക്കും. അപ്പോൾ ഇതൊരു പ്രൈസ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പെർസ്പെക്റ്റീവ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാം. നമ്മൾ അതിന് മുമ്പ് ഒരു പ്രൈസ് പ്രഡിക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ റിയൽ വരണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ വീഡിയോ കണ്ടാൽ മതി. ഇല്ലാത്തവർക്ക് ഇത് കുറച്ച് ഇങ്ങനെ തന്നെ വരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടൊക്കെ പറയണമെന്ന് പറഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ എന്തായാലും എൻ്റെ അപ് ടൈം ഇല്ലെങ്കിൽ എൻ്റെ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ടൈം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രത്തോളം ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ടൈം ഇല്ലെങ്കിൽ ഡേയ്സ് ഉണ്ടോ അത് കമൻറ്റ് സെക്ഷനിൽ ഇപ്പം തന്നെ പറഞ്ഞോ. വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ധാരണ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഒരു ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ടൈം എന്ന് പറഞ്ഞാൽ 188 ദിവസമാണ് എൻ്റെ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ടൈം. നമുക്കിവിടെ ഒരു ബ്ലസ്സിൻ്റെ ടോക്കണോമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ബ്ലസ്സിൽ എത്രത്തോളം ഫണ്ട് റേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഡാറ്റയും ഞാൻ ഈ ഒരു ക്രിപ്റ്റോ റാങ്ക് അതേപോലെ തന്നെ മെയിൻ അതിൻ്റെ ടോക്കണോമിക്സ് റീസെൻ്റ്ലി റിലീസായ അതിന്നൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ അഡീഷണൽ ആയിട്ട് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അവർ തരുന്ന ഡീറ്റെയിൽ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് പ്രഡിക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ടോട്ടൽ റൈസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 8 മില്യൺ ആണ് അവർ ടോട്ടലായിട്ട് ഇതുവരെ സീഡ് പ്രൈസ് ഒക്കെ അല്ലെങ്കിൽ സീഡ് ഫണ്ടൊക്കെ റേസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ സപ്ലൈ എത്രയാണെന്ന് പറഞ്ഞാൽ 10 ബില്യൺ ടോക്കൺസ് ആണ് ബ്ലസ്സിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്കിവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളിവിടെ ടോട്ടലായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ടൈമൊക്കെ ഈ ഒരു സമയത്ത്, ഈ ഒരു TGA സമയത്ത് നിങ്ങൾക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിട്ടായിരിക്കും കിട്ടുക എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാം ഇൻ ഡീറ്റെയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൈസ് പ്രഡിക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇന്ന് വന്നൊരു ന്യൂസ് ഞാൻ പറയുന്നുണ്ട്. OpenAI, മെറ്റ അതേപോലെ തന്നെ XAI എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനികളൊക്കെ മില്യൺസ് ഓഫ് ഡോളേഴ്സും അതേപോലെ തന്നെ ഇവൻ്റെ പാർട്ട്ണർഷിപ്പ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നല്ല ന്യൂസും കൂടി ബ്ലസ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഫാം ഓർ നോ ലോങ്ങർ ദ ഓൺലി ഓപ്ഷൻ ബ്ലസ് ആൾട്ടർനേറ്റീവ്, ഇതിനൊക്കെ ആൾട്ടർനേറ്റ് ആയിട്ട് ബ്ലസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഫണ്ടല്ല, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇതിനൊക്കെ ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലതായിട്ടുള്ള ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 10 ബില്യൺ ബ്ലസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബ്ലസ്സിൻ്റെ എത്രത്തോളം വാല്യൂ വരുന്നു കണക്കാക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ടൈം ടോക്കൺ ആണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള കണക്കാക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന് ഓരോരോ ടൈം ടോക്കണും എത്രത്തോളം ടോക്കൺ നിങ്ങൾക്ക് കിട്ടുമോ അതിൻ്റെ പ്രോഫിറ്റും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ബ്ലസ്സിൻ്റെ വാല്യൂ കണക്കാക്കാം. അപ്പോൾ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 10 ബില്യൺ ആണ്. അപ്പോൾ ഇതിൽ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടോട്ടൽ ഒരു ഇൻവെസ്റ്റേഴ്സിന് എടുത്തോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ എടുത്തിട്ടാണ് ഒരു എന്ത് ചെയ്യുന്നത്, ഇതിനൊരു വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാത്രം എടുത്തിട്ട് ഇത് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഇതിന് വാല്യൂ വരാൻ പോകുന്നത്, ഈ ഒരു 8 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ വാല്യൂ വരാൻ പോകുന്നത് 0.0047 എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതിയിലാണ്. അപ്പോൾ 0.0047 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഏറ്റവും മിനിമം ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ എന്തായാലും 8 മില്യൺ മാത്രം ആയിരിക്കില്ല അതിൻ്റെ ഒരു ഫണ്ടൊക്കെ അവർ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് 8 മില്യൺ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കൂടുതൽ ഫണ്ട് ഇടാം, ഇല്ലെങ്കിൽ മേ ബി മാർക്കറ്റ് ക്യാപ്പ് ഇതിനേക്കാളും കുറവിടാനുള്ള സാധ്യതകളും അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ രീതി വെച്ചിട്ട് തന്നെ നമ്മൾ വാല്യൂ കണ്ടെത്തി. അതേപോലെ തന്നെ ഇത് ലിസ്റ്റ് ആവുന്ന ദിവസം എത്രത്തോളം സർക്കുലേറ്റിംഗ് സപ്ലൈ ആണെന്ന് നമ്മൾ കണ്ടെത്തണം. ആ ഒരു സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് 2.5 ബില്യൺ ടോക്കൺ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഒരു വാല്യൂ ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.004 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളേഴ്സിലായിരിക്കും. ഒരു 0.20 കഴിഞ്ഞിട്ട് 4 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളേഴ്സ് ആയിരിക്കും നമുക്കിവിടെ ഒരു മിനിമം ആയിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പിൽ കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാനിവിടെ അസംഷൻ ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു ടൈം ടോക്കൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടൈമിൻ്റെ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ടൈം എന്ന് പറയുന്നത് ഒരു ഫ്യൂവൽ പോലെയാണ്. നിങ്ങൾ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ടോ അതിനായിട്ടുള്ള നിങ്ങൾക്ക് ബ്ലസ് ടോക്കൺ ആണ് ലാസ്റ്റ് ബേൺ ചെയ്ത് കിട്ടുക എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ടൈം ടോക്കണിൻ്റെ അവർ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു ടോക്കണോമിക്സിൽ 100 മില്യൺ ടൈം ടോക്കൺ ആണ് ഒരു ഇപ്പോച്ചിക്ക് ഞങ്ങൾ തരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു കണക്കും കിട്ടി, നമുക്ക് ഈ ഒരു ബ്ലസ്സിൻ്റെ കണക്കും കിട്ടി. അതേപോലെ തന്നെ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള അവർ തരാൻ പോകുന്ന ഈ ഒരു ടോക്കണിൻ്റെ 100 മില്യൺ ഇഷ്യൂഡ് എന്ന് പറയുന്ന കണക്കും കിട്ടി. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ 100 മില്യൺ എന്ന് പറയുമ്പോൾ ടോട്ടൽ ആയിട്ടുള്ള അവേഴ്സ് നിങ്ങൾ കണക്കാക്കുക. 100 മില്യൺ അവേഴ്സ് ആയിരിക്കാം നമുക്ക് ഓരോ ആൾക്കാർക്കും നമുക്ക് വീതിച്ച് തന്നിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് ടോക്കൺ തരാം. അതൊന്നില്ലെങ്കിൽ 1:1
1:1 ആവാം, ഇല്ലെങ്കിൽ നമുക്ക് 1:, അതിനനുസരിച്ചിട്ടുള്ളത് രീതിയിലായിരിക്കും. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു പ്ലാറ്റ്ഫോം എടുക്കുകയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തന്നു 188 ഡേ ആണ് എൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ, ഇല്ലെങ്കിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ടൈം 100 മില്യൺ ആയിട്ടുള്ള രീതിയിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ എത്രത്തോളം പെർസെൻറ്റേജ് ആണ് നമുക്ക് കണക്കാക്കുക എന്നുള്ള രീതിയാണ് ഞാനിവിടെ കണക്കാക്കിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടോട്ടൽ നെറ്റ്വർക്ക് പാർട്ടിസിപ്പേഷൻ ടൈം എന്ന് പറയുന്നത് 188 ദിവസമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 188 ദിവസം എന്ന് പറഞ്ഞാൽ അതേ ഇൻറ്റു 24 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് എത്ര അവർ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ടൈം എന്ന് പറഞ്ഞാൽ 4526 അവേഴ്സ് ആണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എത്രത്തോളം ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ടൈം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ എടുത്തു ഒരു പോസ്റ്റിക്ക് 100 മില്യൺ ടൈം ടോക്കൺ ആണ് അവർ കൊടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു ടോക്കൺ എന്ന് പറയുന്നത് 100 മില്യൺ ടൈം ടോക്കൺ, അല്ലെങ്കിൽ 100 മില്യൺ ടോട്ടൽ അവേഴ്സ് ആണ് അവർ കൊടുത്തതെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 4526 ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിരിക്കും. അപ്പോൾ ഇതിന് പല രീതിയിലുള്ള കൺവേർഷൻ ഉണ്ടാവാം. ആ ഒരു കൺവേർഷൻ ആയിക്കോട്ടെ, മേ ബി ഇതൊന്നും ശരിയായിരിക്കണം എന്നില്ല, പക്ഷെ അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. 4526 ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകാമെന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നോക്കാനുള്ളത് ഇതിൻ്റെ കൺവേർഷൻ റേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞ് ഞാനിവിടെ 1:1 തന്നെ എടുക്കുന്നുണ്ട്. അത് മേ ബി മാറാതിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. അപ്പോൾ എന്തായാലും മേ ബി ഇങ്ങനെ 2 ടോക്കൺ തരുന്നത് കാരണം തന്നെ ഈ ഒരു കൺവേർഷൻ റേറ്റ് തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 1:1 എന്ന് എടുക്കുന്നുണ്ട്. ബേസ് കേസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് 4526 ടൈം ടോക്കൺ കിട്ടി എന്നുള്ളൊരു കാര്യമാണെങ്കിൽ ഞാൻ ആൾറെഡി തന്നെ ഇതിനൊരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്. 4526 ഇൻറ്റു 0.004 എന്ന് പറയുമ്പോൾ, സോറി ഒരു 0 കൂടി ഉണ്ട്, 0.4 എന്ന് പറയുമ്പോൾ എനിക്ക് $19 മാത്രമായിരിക്കാം മേ ബി കിട്ടുക എന്നുള്ളൊരു കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം പാർട്ടിസിപ്പൻസ് ഉണ്ട്. 52 ലക്ഷത്തി സംതിങ് പാർട്ടിസിപ്പൻസ് ഒക്കെ, ഇല്ലെങ്കിൽ 5 ലക്ഷം അല്ല 52 ലക്ഷം പാർട്ടിസിപ്പൻസ് ഒക്കെ നമ്മുടെ എന്തിലുണ്ട്, ഈ ഒരു ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിലുണ്ട്. അപ്പം നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ടോട്ടൽ ടൈം ആണുള്ളത് ആ കാര്യങ്ങൾ പറയാം. അപ്പോൾ അതേ ഇൻറ്റു 24 മണിക്കൂർ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ടൈമാണ് കിട്ടുക എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അതേ ഡിവൈഡഡ് ബൈ എത്രത്തോളം 100 മില്യൺ സപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ടോക്കൺ ആയിരിക്കും കിട്ടുക. ആ ടോക്കൺ ഇൻറ്റു $0.004 ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് $19 ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എത്രത്തോളം ടൈം ടോക്കൺ ഉണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന തെറ്റുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിലുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അല്ലാതെ വന്ന് നെഗറ്റീവ് പറയാതെ എന്ത് റീസൺ കൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കെങ്കിലും ആ ഒരു കാര്യം ഇൻഫർമേറ്റീവ് ആവും എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്. അതേപോലെ തന്നെ ഇത് ബിനാൻസ് ആൽഫയിലുണ്ട്, കൈറ്റോ ആപ്പേഴ്സിലുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 10% എയർ ഡ്രോപ്പ് ആണ് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ വെച്ചാൽ മതി. എപ്പോഴും കുറച്ച് പ്രതീക്ഷിക്കുക, അപ്പോൾ നമുക്ക് വല്ലതും കിട്ടട്ടെ. ഇല്ലെങ്കിൽ വലുത് പ്രതീക്ഷിച്ചിട്ട് എന്തെങ്കിലും കുറച്ച് കിട്ടുമ്പോൾ നമുക്കത് വളരെയധികം ഡിപ്രഷനിലൊക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും പ്ലസ് ഒന്ന് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എയർ ഡ്രോപ്പിന് വേണ്ടി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് 21-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഒരു ടൈമൊക്കെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ കരുതി ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. ഞാൻ അതിൻ്റെ രജിസ്ട്രേഷൻ വീഡിയോ ഒക്കെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് കിട്ടാൻ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആയില്ലെങ്കിൽ അതും കൂടി ജോയിൻ ആവും. അപ്പോൾ ബൈ.